ഇന്നത്തെ വീഡിയോ വലിയായിട്ടൊന്നുമില്ല. സംഭവം ഇന്ന് ഞാൻ എൻ്റെ ഈ വണ്ടിയുടെ കോൺസെപ്റ്റും നമ്മുടെ ഫോർക്കിൻ്റെ ഓയിലും മാറ്റിയായിരുന്നു. ഓയിൽ റീപ്ലേസ് ചെയ്തു. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് റൈഡിനായിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലോ ഫുള്ള് ഫ്രണ്ട് ആൻഡ് ഊരായിരുന്നു. അപ്പം ഹാൻഡ് ബാർ മാറ്റിയിട്ടുണ്ട്, ബെൻഡായിട്ടുണ്ടായിരുന്നു. അപ്പം സംഭവം വെച്ചാൽ നമ്മൾ ഊരി റീസെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പം നേരത്തെ പൊസിഷനിലാവണമെന്നില്ല, നമുക്ക് കംഫർട്ടായിട്ട് ഓടിക്കുന്ന രീതിയിലായിരിക്കണം എന്നില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യാനും ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ടാണോ, എല്ലാം സീറ്റായോ എല്ലാം സെറ്റായോ എന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ റൈഡിനായിട്ട് ഇറങ്ങിയത്. ഇത് സൺഡേ ആണ്, അപ്പോൾ അതാണ് ഇറങ്ങിയത്. കോൺസെപ്റ്റ് മാറിയതിൻ്റെ നമുക്ക് സ്മൂത്ത്നെസ് അറിയുന്നുണ്ട്. മറ്റേ ഇടയ്ക്കേറി ലോക്ക് ആകുമായിരുന്നു, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് മാറാമെന്ന് വിചാരിച്ച്. നമുക്കൊരു ലിമിറ്റ് കഴിഞ്ഞ് പിന്നെ ടൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ കോൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ കാലാവധി കഴിഞ്ഞായിരുന്നു. മാറോളം എന്തായാലും സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പോയ കോൺസെപ്റ്റ് നമ്മളങ്ങോട്ട് ടേൺ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ കയറി ലോക്കാവും. അപ്പോൾ നമുക്കൊരു അൺകംഫർട്ടായിട്ട് തോന്നും. പിന്നെ ഓടിക്കാനും നല്ല സുഖം കാണത്തില്ല. ബേസിക്കലി പാടായിരിക്കും ഓടിക്കാൻ. കാരണം ഒരു പൊസിഷനിൽ ചെറുതായിട്ടൊരു റൈറ്റിലോട്ടിരുന്നോ ലെഫ്റ്റിലോട്ടിരുന്നായിരിക്കും ലോക്കാവുന്നത് കയറി. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കാണും. വണ്ടി ഒരു സൈഡിലോട്ടൊക്കെ പോവും. പിന്നെ സൗണ്ടൊക്കെ ആയിരിക്കും. മറ്റേ കട്ടിലൊക്കെ ഇടുമ്പോൾ ഒരു ടിക് ടിക് സൗണ്ട് കാണാം. അതാ കോൺസെപ്റ്റിൻ്റെ പ്ലേ വരുമ്പോഴാണ്. ടൈറ്റ് ചെയ്താണെങ്കിൽ ഓടിക്കാം, പക്ഷേ ഗുണമില്ല. പിന്നെ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും, എനിക്ക് തോന്നുന്നു നേരത്തെക്കാട്ടി ഓഡിയോ ബെറ്ററാണ്. കാരണം ഇപ്പം ഞാനൊരു ലാവലിയർ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്, USB Type-C വരുന്നത്. അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങി, 350 രൂപയായി. റിവ്യൂ നോക്കിയപ്പോൾ ചിലയിടത്ത് പറഞ്ഞത് ഗോപ്രോ ആക്ഷൻ ക്യാമിന് പറ്റിയതല്ലെന്നൊക്കെ പറയുന്ന കേട്ട്. പിന്നെ എന്നാലും എനിക്ക് ആ റേറ്റിൽ വേറെ ഒന്നും കിട്ടിയില്ല, അത് വെച്ചങ്ങ് വാങ്ങിയതാണ്. നേരത്തെ നമ്മൾ ഡയറക്റ്റ് ആക്ഷൻ ക്യാമിന് തന്നെ മൈക്കാണ് യൂസ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ അറിയാമല്ലോ, നല്ല വിൻ ബ്ലാസ്റ്റ് വരും. അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ലാവലിയർ മൈക്ക് വാങ്ങിയത്. പിന്നെ നമുക്ക് നോക്കാനുള്ള അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് അറിയണം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയണം, അതായത് നമ്മുടെ വണ്ടിയുടെ സൗണ്ടൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പം ക്യാമറയ്ക്ക് ഒരു സ്ട്രാപ്പ് മൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതിലോട്ടാണ് ഞാനപ്പോൾ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ട് തെള്ളിയിരിക്കും. പിന്നെ അതിൻ്റെ വയറ് നമ്മളൊരു വെൽക്രോ കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ, അതിൽ ചുറ്റി നമ്മുടെ ഹെൽമെറ്റിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മൈക്ക് കണക്ട് ചെയ്യുമ്പോൾ മൈക്ക് വാട്ടർ പ്രൂഫ് ആയിരിക്കത്തില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിൽ പറ്റുവാണെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം, അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും. സോ ബാക്ക് ടു ദ പോയിന്റ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാനൊരു 15 കിലോമീറ്റർ ഓടിച്ച് വണ്ടി. എനിക്ക് മെയിനായിട്ട് തോന്നിയ ഹാൻഡിൽ ബാറിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഉള്ളത് നേരത്തെ തന്നെ ഒരു പ്രോബ്ലമാണ്, അതായത് നമ്മുടെ സീറ്റ് കുറേ നാൾ യൂസ് ചെയ്യില്ലേ, അപ്പോൾ ഇങ്ങനെ ചുരുങ്ങി കംപ്രസ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട് ഓൾറെഡി. അപ്പോൾ ഒരു സൈഡിലോട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് മാറ്റണമെങ്കിൽ ഞാൻ സീറ്റൊന്ന് കുഷൻ ചെയ്യണം. അപ്പോൾ ഫോർക്കോയിൽ മാത്രമേ മാറ്റുള്ളൂ, വേറെ പ്രശ്നമൊന്നും കാണിക്കുന്നില്ല. ഇതുവരെ ലീക്കൊന്നും കാണിച്ചില്ല. നമ്മുടെ സീല് മാറ്റിയില്ലെങ്കിൽ ഡസ്റ്റൊക്കെ കയറിയ ഡസ്റ്റ് സീല് മാറ്റിയില്ലെങ്കിൽ ചില സമയത്ത് ലീക്കാകാൻ ചാൻസ് ഉണ്ട്. ഇതുവരെ ലീക്കൊന്നും ആയില്ല. ലീക്കായിക്കഴിഞ്ഞാൽ പെട്ട് പിന്നെ എല്ലാം വലിച്ചു പോയിട്ട് പുതിയൊരു സീൽ ഇടേണ്ട വരും. നോക്കാം, 2-3 ദിവസം ഓടിച്ച് നമുക്ക് അറിയാൻ പറ്റും.
ഇപ്പോൾ കോൺസെപ്റ്റ് ലീക്കൊന്നുമില്ല, എനിക്ക് വേറെ പ്രശ്നമൊന്നും കാണിക്കുന്നില്ല. ഒക്കെ കോപ്പം ഇതിലൊന്നും കാണിച്ചില്ല. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് 2-3 ദിവസത്തിനകം എന്തെങ്കിലും അറിയാൻ പറ്റും. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. എന്തായാലും അടുത്ത വീഡിയോ നോക്കട്ടെ, മാക്സിമം മൈക്കിനെ കുറിച്ചാകാം. മൈക്ക് ഓഡിയോ ബെറ്ററാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും പറയുന്നതല്ല നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാമെന്ന് വിശ്വസിക്കും. കാരണം എന്തായാലും ഞാൻ ബൈക്ക് ഹെൽമെറ്റിനകത്ത് വെച്ചേക്കുന്നത്, പിന്നെ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് നോയ്സ് അതിൻ്റെ മാത്രമേ ഉള്ളൂ ഡൗട്ട്. അപ്പോൾ അതിൻ്റെ കാര്യം കൂടെ ക്ലിയർ ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഇനിയൊന്നുമില്ല, ഇനി വീട്ടിലോട്ട് റൈഡ്, ഇത്രേ ഉള്ളൂ. ഇനിയൊന്നുമില്ല, വീട്ടിലോട്ട് പോന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.